വയനാടും കോഴിക്കോടും ശക്തമായ മഴ. വയനാട് ചൂരൽമല പുന്നപ്പുഴയിൽ നീരൊഴുക്ക് ശക്തമാണ്. ബേലി പാലത്തിന് സമീപം കലങ്ങി മറിഞ്ഞ് അസാധാരണമായി കുത്തിയൊഴുകുകയാണ് പുഴ. പുതിയ വില്ലേജ് റോഡിലും അട്ടമലയിലും വെള്ളം കയറി. ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടില്ലെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയും അറിയിച്ചു. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. മഴ കനക്കുന്നതിനാൽ പ്രദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. കോഴിക്കോട് ഇരുവഴിഞ്ഞി പുഴയിൽ ശക്തമായ മലവെള്ള പാച്ചിലുമുണ്ടായി. ഇരുവഴിഞ്ഞി പുഴയിലും ചെറുപുഴയിലും ജലനിരപ്പ് ഉയർന്നു. പുഴയിൽ ഇറങ്ങരുതെന്നും മുന്നറിയിപ്പുണ്ട്. ഇന്ത്യയുടെ ഭൂപടത്തിന്റെ വികലമായ ചിത്രം പരസ്യത്തിൽ ഉൾപ്പെടുത്തിയ കോഴിക്കോട് മേത്ര ആശുപത്രിക്കെതിരെ കേസെടുത്തു. കാശ്മീരും ലഡാക്കും ഇല്ലാത്ത ഭൂപടമാണ് ആശുപത്രിയുടെ പരസ്യ ചിത്രത്തിൽ ഉൾപ്പെട്ടത്. അതേസമയം പ്രചരിക്കുന്ന ദൃശ്യങ്ങൾ വ്യാജമെന്നാണ് ആശുപത്രിയുടെ വിശദീകരണം. ക്യാൻസർ ചികിത്സയുടെ പ്രചരണാർത്ഥം പുറത്തിറക്കിയ പരസ്യ വീഡിയോയിലാണ് വികലമായ ഭൂപടം ഉൾപ്പെട്ടത്. ഹിന്ദു ഐക്യവേദി ജില്ലാ സെക്രട്ടറി MC ഷാജി നൽകിയ പരാതിയിൽ എലത്തൂർ പോലീസ് ആശുപത്രിക്കെതിരെ കേസെടുത്തു. ഭാരതീയ ന്യായ സംഹിത 152, 192, 3, 5 വകുപ്പുകൾ പ്രകാരം ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും തകർക്കാൻ ശ്രമിച്ചു, കലാപാഹ്വാനം തുടങ്ങിയവയാണ് ആരോപിക്കപ്പെടുന്ന കുറ്റങ്ങൾ. ആശുപത്രി മാനേജ്മെന്റിനൊപ്പം പരസ്യ വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുന്ന ഡോക്ടർമാർ, സ്റ്റാഫ് എന്നിവരടക്കമുള്ളവരും പ്രതികളാവും. വീഡിയോയുടെ ആധികാരികത, എവിടെ പരസ്യപ്പെടുത്തി തുടങ്ങിയ കാര്യങ്ങളുടെ വ്യക്തതയ്ക്കായി മെറ്റയെ സമീപിക്കുമെന്ന് എലത്തൂർ SHO അറിയിച്ചു. കേസിനാസ്പദമായ വീഡിയോ വ്യാജമെന്നാണ് ആശുപത്രിയുടെ വിശദീകരണം. ഒരിടത്തും വിവാദമായ വീഡിയോ പ്രസിദ്ധീകരിച്ചിട്ടില്ല. സംഭവത്തിൽ പോലീസിൽ പരാതി നൽകിയതായും ആശുപത്രി അധികൃതർ അറിയിച്ചു. ന്യൂസ് 18 കോഴിക്കോട്. കാസർഗോഡ് കൌൺസിലിംഗിനെത്തിയ 14-കാരിയെ പീഡിപ്പിച്ച ഡോക്ടർ അറസ്റ്റിൽ. കാഞ്ഞങ്ങാട് കുശാൽ നഗറിലെ ഡോക്ടർ വിശാഖ് കുമാറിനെയാണ് ഹൊസ്ദുർഗ് പോലീസ് അറസ്റ്റ് ചെയ്തത്. 2023 സെപ്റ്റംബറിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പഠനത്തിൽ പിന്നോക്കം പോയതിനെ തുടർന്നാണ് പെൺകുട്ടിയെ കൌൺസിലിംഗിനായി ഡോക്ടറുടെ ക്ലിനിക്കിൽ എത്തിച്ചത്. എറണാകുളം ആഷിഖ് കൊലപാതക കേസ് മുൻകൂട്ടി ആസൂത്രണം ചെയ്തതെന്ന് പോലീസ്. ആഷിഖിനെ കൊല്ലണമെന്ന് നേരത്തെ തീരുമാനിച്ചിരുന്നതായി പ്രതി ഷിഹാബ് പോലീസിന് മൊഴി നൽകി. തുടയിലേറ്റ വെട്ടിൽ നിന്ന് രക്തം വാർന്നതാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ആളൊഴിഞ്ഞ സ്ഥലത്ത് നിർത്തിയിട്ട വാനിനകത്തെ മുൻസീറ്റിലാണ് ആഷിഖിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ശരീരത്തിലേറ്റ ആഴത്തിലുള്ള മുറിവാണ് കൊലപാതകമെന്ന നിഗമനത്തിൽ പോലീസ് എത്തിയിരുന്നു. ആഷിഖിന്റെ പെൺസുഹൃത്ത് ഷഹാനെയും ഭർത്താവ് ഷിഹാബിനെയും വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് കൊലപാതക വിവരം പുറത്തുവന്നത്. കൊല്ലപ്പെട്ട ആഷിഖ് ഷഹാനയുമായി സൗഹൃദത്തിലായത് അക്യൂപങ്ചർ ഡോക്ടർ എന്ന പേരിലാണ്. ഷഹാനയുടെ പീഡന പരാതിയിൽ ആഷിഖ് ജയിലിലുമായിരുന്നു. ഷിഹാബിന്റെ നിർദ്ദേശപ്രകാരമാണ് പരാതി നൽകിയതെന്നാണ് യുവതി പോലീസിന് നൽകിയ മൊഴി. ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷവും ഇവർ ബന്ധം തുടർന്നു. ഇത് ഷിഹാബ് വിലക്കി. ഇതനുസരിക്കാത്തതാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പോലീസ് പറയുന്നത്. വീട്ടിൽ അടുക്കള ആവശ്യത്തിന് ഉപയോഗിക്കുന്ന കത്തി ഉപയോഗിച്ചാണ് ആഷിഖിന്റെ തൊടയിൽ പലവട്ടം ഷിഹാബ് കുത്തിയത്. ആഷിഖ് മരിച്ചു എന്ന് ഉറപ്പായ ശേഷം പ്രതി സ്ഥലം വിട്ടു. കുത്തേറ്റ വിവരം തന്നെ വിളിച്ചു പറഞ്ഞത് ആഷിഖാണെന്നാണ് ഷഹാന പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത്. ന്യൂസ് 18 കൊച്ചി. നടൻ കൃഷ്ണകുമാറിനും മകൾക്കുമെതിരായ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി നാളെ. ജീവനക്കാരെ തട്ടിക്കൊണ്ടുപോയതിന് തെളിവില്ലെന്ന് പ്രോസിക്യൂഷൻ. അന്വേഷണം നടത്താൻ തക്കതായ വസ്തുത ഇല്ല. ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രതികളിൽ ഒരാൾക്ക് മുൻകൂർ ജാമ്യവും കോടതി അനുവദിച്ചു. ദിയയുടെ സ്ഥാപനത്തിലെ ജീവനക്കാരി വിനീതയുടെ ഭർത്താവിനാണ് മുൻകൂർ ജാമ്യം ലഭിച്ചത്. വിനീത അടക്കം 3 പ്രതികളുടെ അപേക്ഷയിൽ വീണ്ടും വാദം കേൾക്കും. താമരശ്ശേരിയിൽ +2 വിദ്യാർത്ഥിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. അണ്ടോണ സ്വദേശി മുഹമ്മദ് ഷംനാദാണ് മരിച്ചത്. വീടിന് സമീപം തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ബാലുശ്ശേരി ശിവപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിയാണ്. മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്നു. കനത്ത മഴയിൽ തകർന്നടിഞ്ഞ് പട്ടാമ്പി നഗരപാത. വാഹന അപകടങ്ങളും മണിക്കൂറുകൾ നീണ്ട ഗതാഗതക്കുരുക്കും പതിവായതോടെ ജനജീവിതം ദുസ്സഹമായി. വിദ്യാർത്ഥികളും രോഗികളും ഉൾപ്പെടെയുള്ളവർ കുരുക്കിൽ വലയുകയാണ്. പട്ടാമ്പി നഗരത്തിലെ പ്രധാന റോഡ് കാലവർഷം കനത്തതോടുകൂടിയാണ് തകർന്നടിഞ്ഞത്. കൂൾ സിറ്റി ജംഗ്ഷൻ മുതൽ മേലെ പട്ടാമ്പി വരെയുള്ള റോഡ് കുണ്ടും കുഴിയും നിറഞ്ഞ് യാത്രായോഗ്യമല്ലാതായി. വലിയ കുഴികളിൽ വെള്ളം നിറഞ്ഞ് അപകടങ്ങളും നിത്യസംഭവമാണ്. IPT എന്നുള്ള റോഡിന്റെ ഏറ്റവും ജനനിബിഡമായി ഏറ്റവും വാഹനങ്ങളുള്ള പെരുക്കുള്ള സ്ഥലം നമ്മുടെ പട്ടാമ്പി, മേലെ പട്ടാമ്പി, കൽപ്പക മുതൽ ബസ് സ്റ്റാൻഡ്, ഗുരുവായൂർ റോഡ് വരെയുള്ള ടൗണാണ്. അവിടെ സമയബന്ധിതമായി വേനൽക്കാലത്ത് പണി കഴിഞ്ഞിരുന്നെങ്കിൽ ഇന്നുണ്ടാവുന്ന യാത്രാ ദുരിതം നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാകരുത്. ഇപ്പൊ നമ്മൾ ഈ 2 കിലോമീറ്റർ യാത്ര ചെയ്യാൻ ചുരുങ്ങിയത് 40 മിനിറ്റ് എടുക്കേണ്ട അവസ്ഥയാണ്. ചില സമയത്ത് അത് 1-1.25 മണിക്കൂറിൽ അപ്പുറമാണ്. പട്ടാമ്പി ടൗണിലൂടെ
യാത്ര ചെയ്ത് ഒരു ഹാർട്ട് പേഷ്യന്റ് പോകണമെങ്കിൽ ഒരു ആംബുലൻസിന് പോലും സൈഡ് കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ യാത്രാ ക്ലേശം വരികയാണ്. ഇതിന് പ്രധാന കാരണം നമ്മുടെ PWDയുടെ ചാലും ഇതിന് മണ്ണെടുത്തിട്ടും പല ഭാഗത്തും അശാസ്ത്രീയമായിട്ടും അതൊക്കെ ഒലിച്ചു വന്നിറക്കുകയാണ്. മേലേന്ന് പണി കഴിഞ്ഞ ഭാഗത്തുള്ളതൊക്കെ ചാലുകൾ ഡ്രെയിനേജൊക്കെ തകരാറായി കിടക്കുകയാണ്. അപ്പോൾ ആ വെള്ളം റോഡിലേക്ക് കയറാണ്. റോഡ് മുഴുവൻ ഇപ്പം കുണ്ടും കുഴികളാണ്. റോഡ് തകർച്ച മൂലം വാഹനങ്ങളുടെ മെല്ലെപ്പോക്ക് കാരണം രാവിലെ മുതൽ രാത്രി വരെ വലിയ ഗതാഗത കുരുക്കാണ് പട്ടാമ്പി ടൗൺ ദിവസങ്ങളായി നേരിടുന്നത്. കൂൾ സിറ്റി ജംഗ്ഷൻ മുതൽ പട്ടാമ്പി ബസ് സ്റ്റാൻഡ് വരെ എത്തിപ്പെടാൻ അരമണിക്കൂർ മുതൽ 1.5 മണിക്കൂർ വരെ സമയമെടുക്കും. പ്രതിഷേധങ്ങൾ ഉയർന്നപ്പോൾ കുഴികളിൽ ക്വാറി അവശിഷ്ടങ്ങൾ ഇട്ടുവെങ്കിലും പരിഹാരമായില്ലെന്ന് മാത്രമല്ല, അത് ചിതറി അപകട ഭീഷണി സൃഷ്ടിക്കുന്നുമുണ്ട്. സ്കൂൾ തുറന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥികളും ജീവനക്കാരും സമയത്തിന് എത്താൻ കഴിയാതെ വലയുകയാണ്. ഇവിടെ റോഡ് വക്കത്ത് മൊത്തം സ്കൂളിൻ്റെ മുന്നിൽ നിറയെ കുഴികളാണ്. വണ്ടികൾ പോകുമ്പോൾ ഞങ്ങളൊരു ലോട്ടറി കച്ചവടം ചെയ്യുന്ന വ്യക്തിയാണ്. നമ്മളെ മുഖത്തൊക്കെയാണ് ചളി തെറിക്കുന്നത്. അതുപോലെ ഓരോ വണ്ടികൾ വന്നാൽ കുണ്ടിൽ ചാടും. സ്കൂൾ ട്രിപ്പ് പോകുമ്പോഴും യാത്രക്കാർ സ്കൂട്ടി അറിയാത്ത ആൾക്കാരെ കൊണ്ടു ചാടുന്നു. ഇല്ല അടച്ചിട്ടില്ല. ഇല്ല, ഇപ്പൊ ഒന്നും അടച്ചിട്ടില്ല. അത് ഒരിക്കലും അവിടെ ഇട്ടത് പോയി, പിന്നെ അടച്ചിട്ടില്ല. ആംബുലൻസും കാലവർഷക്കെടുതികളിൽ രക്ഷാപ്രവർത്തനത്തിനെത്തേണ്ട ഫയർഫോഴ്സ് വാഹനങ്ങളും കുരുക്കിലകപ്പെടുന്നതും നിത്യസംഭവമാണ്. സംസ്ഥാന ഗവൺമെന്റ് നിള മുതൽ IPT വരെയുള്ള റോഡിന് ആവശ്യമായ ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. പക്ഷേ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിൽ, അതായത് അതിൻ്റെതായ സമയങ്ങളിൽ അത് പ്രവൃത്തി പൂർത്തീകരിക്കാത്ത ഉദ്യോഗസ്ഥന്മാരുടെ തെറ്റായ ചില നടപടികൾ കൊണ്ട് മാത്രമാണ് പട്ടാമ്പി നഗരത്തിൻ്റെ ഈ പ്രവൃത്തി പൂർത്തീകരിക്കാതെ ഇന്നും ഈ അവസ്ഥയിൽ കിടക്കുന്നത്. ചില ഉദ്യോഗസ്ഥന്മാരുടെ കൂടിയാലോചന ഇല്ലായ്മയും അവരുടെ താൻ പ്രമാണിത്താണ് ഇത്തരം ഒരു സാഹചര്യത്തിലേക്ക് പട്ടാമ്പി എത്തിച്ചേർന്നത്. പട്ടാമ്പി കുളപ്പുള്ളി ആധുനിക റോഡ് നവീകരണത്തിന്റെ പേരിൽ ഇപ്പോഴുള്ള തകർച്ചയ്ക്ക് ശാശ്വത പരിഹാരം കാണാതെ താൽക്കാലിക അറ്റകുറ്റപ്പണി നടത്തുകയാണ് കരാർ കമ്പനിയെന്നും ആരോപണമുണ്ട്. ന്യൂസ് 18 പട്ടാമ്പി. ശക്തമായ കാറ്റിലും മഴയിലും പാലക്കാട് ഷൊർണൂരിൽ വീടിന് മുകളിലേക്ക് മരങ്ങൾ കടപുഴകി വീണു. ഒരു തേക്കും 2 തെങ്ങുകളുമാണ് വീടിന് മുകളിലേക്ക് പതിച്ചത്. ഷൊർണൂർ നഗരസഭയിലെ മണികണ്ഠന്റെ വീടിന് മുകളിലേക്കാണ് മരങ്ങൾ കടപുഴകി വീണത്. വീടിനുള്ളിൽ ആളുകൾ ഉണ്ടായിരുന്നെങ്കിലും ശബ്ദം കേട്ട് ഇറങ്ങിയോടി. അതിനാൽ വലിയ ദുരന്തം ഒഴിവായി. മണികണ്ഠന്റെ വീടിനോട് ചേർന്നുള്ള സ്ഥലത്തെ ഒരു തേക്കും 2 തെങ്ങുകളുമാണ് ശക്തമായ കാറ്റിൽ നിലം പൊത്തിയത്. അതിർത്തി തർക്കം മൂലം മണികണ്ഠന്റെ അയൽവാസി ഈ മരങ്ങൾ വെട്ടാൻ സമ്മതിച്ചിരുന്നില്ല. മരങ്ങൾ വെട്ടിമാറ്റാൻ റവന്യൂ അധികൃതരിൽ നിന്ന് അനുമതി വാങ്ങിയെങ്കിലും അയൽവാസി തടസ്സം നിന്നതായി മണികണ്ഠൻ ആരോപിക്കുന്നു. വീട്ടിലത്തെ മരങ്ങളാണ് കാറ്റും മഴയത്ത് ഇങ്ങനെ വീഴുന്നതും പറഞ്ഞിട്ട് കൂടി വെട്ടാൻ സമ്മതിക്കുന്നില്ല. ആരാ അളന്നിട്ട് കൂടി അവർ സമ്മതിക്കുന്നില്ല. ഇവിടെ എൻ്റെ ഭാര്യയും എൻ്റെ ഭാര്യയും കുറ്റിയുണ്ട്. ഇനിയും ഇത്തരത്തിൽ അപകട ഭീഷണിയുള്ള ധാരാളം മരങ്ങൾ മണികണ്ഠന്റെ സ്ഥലത്തുണ്ട്. പക്ഷേ ഇത് വെട്ടിമാറ്റാൻ തടസ്സം അതിർത്തി തർക്കമാണ്. പ്രശ്നം പരിഹരിക്കാൻ അധികാരികൾ ഇടപെടണം എന്നാണ് മണികണ്ഠന്റെ ആവശ്യം. ന്യൂസ് 18 ഷൊർണൂർ. കാസർകോട്ടെ പ്ലാന്റേഷൻ